സർപ്രൈസ് ആണ്. സാധാ വണ്ണായിക്കോളി. ഹായ് ഡിയേഴ്സ്, ഇന്നലെ ഇപ്പം നമ്മളെവിടെ ഇപ്പം പറഞ്ഞു നിർത്തിയത്? ഉച്ച വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തിക്കണല്ലേ. നല്ല ബീഫ് കറിയും ചോറൊക്കെ തിന്നിട്ട് ആ പാടത്ത് കൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അടിയിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ടില്ല, ബാക്കി ഭാഗങ്ങളുണ്ട് ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമ്മമ്മേൻ്റെ വീട്ടിലൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിക്കണം, അതും കൂടി അത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടേന്ന്. കുട്ടികൾ പോയി പോകാം, ഞങ്ങൾ പോയി വരാം. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി വരാം കേട്ടോ. അടങ്ങിയിട്ട് പോട്ടെ. അങ്ങനെ ഞങ്ങൾ നടന്ന് മേലേമ്പാടത്ത് എത്താനായിക്കണം കേട്ടോ. വേഗം ഇങ്ങനെ ഓരം വെച്ച് ഇങ്ങനെ നടക്കാൻ കേട്ടോ. ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള ദൂരമൊന്നുമില്ല, നടന്നിട്ട് അങ്ങനെ നീങ്ങിയാൽ മതി. പിന്നെ നമ്മളെ നാടല്ലേ, കുറേ അറിയുന്ന ആൾക്കാരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്ന് നീങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ പിന്നെ ആരതൊക്കെയോ കൈവശമായിട്ട് ഇപ്പോൾ അവിടെ കളിയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇപ്പോൾ മതിലും വെയിലൊക്കെ കെട്ടിയിട്ട് തിരിച്ച് വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ആശാമ്പറമ്പിലാണ് കേട്ടോ. കുറച്ച് അപ്പുറത്തെ റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്രൗണ്ടിൽ കൂടെയാണ് നമ്മൾ സ്കൂൾക്കൊക്കെ പോയിന്നിട്ട്. ഇതിൻ്റെ ഓരത്ത് കൂടാണ്ടാണ് നമ്മൾ 8, 9 ആ ക്ലാസ്സിൽ പോയിട്ടുള്ളത് കേട്ടോ. 10 പോയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഓരത്ത് കൂടെയൊക്കെ ഇങ്ങനെ പോയിട്ട് ഈ ഒരു വഴി കൂടെയൊക്കെയാണ് നമ്മൾ ഇടവഴി കൂടെയാണ് സ്കൂളൊക്കെ പോയിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഓർത്ത് ഇങ്ങനെ പോകുകയാണ് കേട്ടോ. ചോദിച്ച് പോകുക പറഞ്ഞായിരിക്കും ഓർത്ത് പോകുകയുണ്ട്. ഒരു രസമാണല്ലോ, പണ്ടത്തെ കാലങ്ങളൊക്കെ രസമാണ്. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദാരിദ്ര്യമായിട്ട് പട്ടിണി പാവങ്ങളെന്ന്. പിന്നെ സ്കൂൾ കാലത്ത് ആലോചിക്കുമ്പോൾ ഒരു രസമാണല്ലോ, അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ അടികൊള്ളലും ചീത്തകൊള്ളലും പുറത്താക്കലും എന്നൊക്കെ പറഞ്ഞായിരിക്കും അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വലിയ പഠിപ്പ് കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ മിക്കവാറും ക്ലാസ്സിന് പുറത്തൊക്കെ ആവും കേട്ടോ നിൽക്കലുണ്ടാകുക. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞാനും ഓളും തന്നെ ഇങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ ഇതാക്കുന്നത് ചെരുപ്പ് വാങ്ങാനാണ് പോകുന്നത്. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങുകളുണ്ട്. ഇപ്പോൾ ഇത് മക്കളിതാ ഫാൻസിയിൽ കയറിയിട്ടുണ്ട്. വള, മാല, കമ്മൽ അങ്ങനത്തെ പരിപാടികളൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ചെരുപ്പ് വാങ്ങണം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൈസ കൊണ്ട് പൊടിക്കണം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളിതാ 10, 500 കൊണ്ട് പോന്നിട്ടുള്ളത്. പിന്നെ എന്താ അപ്പം അങ്ങനെ വിലക്ക് നിർത്തിക്കണേന്ന് ചോദിച്ചാൽ ക്രഞ്ചീസ് കേട്ടോ. ക്രഞ്ചീസ് വാങ്ങട്ടെ എന്ന് പറയുന്നു മക്കൾ രണ്ടാളും. ക്രഞ്ചീസ് വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഒരു 10 റുപ്യ 15 റുപ്യാണ് ആ ക്രഞ്ചീസിനുള്ളത്. അപ്പോൾ ഞാൻ പറയാം അതൊന്നും വാങ്ങണ്ട, അതൊക്കെ ഞാൻ അടിച്ചു തരുമല്ലോ, പിന്നെ എന്തിനാണ് വാങ്ങണതെന്ന് പറയാം കേട്ടോ. നമുക്ക് അടിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് അടിച്ചു തരും. വേറെ വെറൈറ്റി തുണി വാങ്ങിയാലും വേണ്ടിയില്ല, ഞാൻ അടിച്ചു തരാം, അതൊന്നും വാങ്ങില്ലേന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കയറിയത് ഒരു തുണിക്കടയേക്കാട്ടോ. നമ്മൾ ചാലിയാർക്കാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അതാകണ ഒരു സാരി വാങ്ങാനായിട്ട് കയറിയതാട്ടോ. അപ്പോൾ അമ്മക്ക് ഇതാ സാരി വാങ്ങാനായിട്ട്, ഓണത്തിന് സാരിയാണ് ഇപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഓള് കൊടുക്കണത്, അനിയത്തി കൊടുക്കണത് കാരണം. അപ്പോൾ അമ്മക്കൊരു ഇടങ്ങേറ് കേട്ടോ. ഞാനിപ്പോൾ ഒന്നും കൊടുത്തില്ല. ഓള് സാരി കൊടുക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനിങ്ങനെ ഒരു ഇടങ്ങായിട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് ഞാൻ. അപ്പോൾ ഏതായാലും സാരിയൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ മക്കളത് ആരും ഈ ഒരു കടയിൽ ഇല്ല കേട്ടോ, അതുകൊണ്ട് മക്കൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഒരാളിത് അവിടെ തെറ്റിയിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് തെറ്റിലിരിക്കലാണ് ആ ഇരിക്കണത്. അപ്പോൾ വേറെ ആരുമല്ല കേട്ടോ, നമ്മളെ കുഞ്ഞാറ്റ തന്നെയാണ് ഈ തെറ്റി കുത്തിരിക്കണ ആള്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പം ഇതാക്കണ് ഒക്കെ വാച്ച് വാങ്ങണം എന്ന് പറഞ്ഞത്, കേശു വാച്ച് വാങ്ങണം എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഋതു വാങ്ങിയിട്ട് അനിയത്തിൻ്റെ കുട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്ക് ഉണ്ടായിരുന്നു കേട്ടോ വാച്ച്. അതിങ്ങനെ വെള്ളം കടത്തിയാണ്ട് ഓള് കേടെടുത്തി. ഇതിപ്പോൾ ഇങ്ങനെ വാങ്ങാൻ നിന്നതിനല്ലേ സമയം ഉണ്ടാകുള്ളൂ, അതിന് നമുക്ക് പൈസ ഇല്ല. അപ്പോൾ അത് വാങ്ങണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നേന്നുള്ളൂ. അപ്പോൾ അതിനാണ് ഓള് തെറ്റിയിരിക്കണത്. അപ്പോൾ അച്ഛൻ്റെ അവിടെ എത്തിയിട്ട് നമുക്ക് അച്ഛനോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തിയതേന്നു. അങ്ങനെ ആ ഒരു സാരി വാങ്ങിയിട്ട് ഇതാക്കണം ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നുണ്ടാം. ഈ ഒരു വൈകുന്നേരം നേരത്തായിട്ടാന്ന് തോന്നുന്നു, ഇവിടെ ആളും ബഹളമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു മുട്ടലായിരുന്നു കേട്ടോ. ഞാനൊന്നും എടുത്തു കൊടുത്തിട്ടില്ല. ഓല് ഇതാക്കണേ ഒന്നും എടുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ആരും ഒന്നും എടുത്തു കൊടുത്തിട്ടില്ല എന്നൊരു ഇതുണ്ടാവും. പിന്നെ ഓളത് സാരി എടുത്തപ്പോൾ എനിക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കാനായിട്ട് വല്ലാത്തൊരു പൂതിയിട്ടോ. അതിൽ ഞാൻ പിന്നെ തട്ടിയൊപ്പിച്ച് അങ്ങനെ ഒരു മാക്സി സീൽ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഹോട്ടലിലേക്ക് എന്നും ഇടാനുള്ളതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മാക്സി സീൽ എടുക്കാമെന്ന്. പൊതുവെ ഈ ഒരു ഓണത്തിന് നമുക്ക് വല്ലാത്തൊരു കഷ്ടപ്പാടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾക്ക് നെഞ്ചുവേദന, ആശുപത്രി, എക്സ്റേ, അത് ഇതെന്നും പറഞ്ഞിട്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണം പറയുന്നത് ഇത്തിരി കഷ്ടപ്പാടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാക്കണ ഒരു സന്തോഷം, ചെറിയൊരു സന്തോഷത്തോടു കൂടി ഞാൻ ആ ഒരു മാക്സി വാങ്ങിയിട്ടോ. ഓള് സാരിയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം കൊണ്ട് പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല, വേഗം വീട് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോരുകയാണ്. അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ നടക്കാട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു മേലേമ്പടത്ത് നമ്മൾ തായേമ്പടത്തേക്ക് നടക്കണം കേട്ടോ. ചെറുതായിട്ട് ആ ഓരത്ത് കൂടെ അങ്ങോട്ട് നടന്ന് പോണ വൈക്കൽ ഇതാക്കണം. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങി.
പിന്നെ നമ്മൾ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ അതൊരു വേറെ സുഖം തന്നെയാണല്ലോ, നമ്മൾ അറിയുന്നവരൊക്കെ ഒന്ന് വർത്താനൊക്കെ പറയുമ്പോൾ ഒരു രസമാണല്ലോ. പിന്നെ ഇതാക്കണം നമ്മളൊരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ. ഈ ആട് അങ്ങാടിക്ക് ഇറങ്ങിയായിരിക്കാണ് നമ്മൾ എല്ലായിടത്തും കൂടിയും കയറി നിരങ്ങി ലാസ്റ്റ് ഇതാക്കി നമ്മൾ ബോട്ടിലിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് ഒരു വെള്ളം കുടിച്ചത്. അങ്ങനെ ഇതാ വെള്ളം പിന്നെ അതേപോലെ തന്നെ പപ്സും വാങ്ങിക്കൊടുത്തു മക്കൾക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിക്കണം, നല്ല വൈകുന്നേരം ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു യാത്രയും കൂടി ഉണ്ട്, പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മ പണിയിരിക്കുന്ന ഹോട്ടൽ, ഹെൻകെ ഹോട്ടൽ കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു ഇടവഴി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയെ. അപ്പോൾ ഇതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു സ്കൂട്ടിയും കൂടി പോകാനുള്ള ഒരു ഇടം ഇത് കൂടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലതെന്ന് കുറച്ചും കൂടി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പുറം ഇപ്പുറമൊക്കെ മതിലും കാര്യങ്ങളൊക്കെ കെട്ടി ഇതാക്കണം. നമുക്ക് ഇത്രയും വഴിയുള്ളൂ കേട്ടോ. ഒരു 3 അടിയോ 3.5 അടി അങ്ങനെയൊക്കെ ഇത്ര ആണുള്ളത്. ഇന്നൊക്കെ അവള് ഇതുമെന്ന് വിടുന്നില്ല, വെള്ളത്തുമെന്ന് അവളെ വിട്ടിട്ടില്ലേന്ന് ഞാൻ അങ്ങനെ എന്താക്കണ വെള്ളം കുടിച്ചുകൊണ്ട് നിന്നപ്പം നമ്മളെ എന്താക്കണ ലച്ചുമോളുണ്ടല്ലോ, ഓളെ ആ ഒരു ഉടുപ്പിന്റെ കുളത്തുണ്ടല്ലോ ആ ഒരു കസാരമ്മ കുടുങ്ങി. അത് വലിച്ചപ്പോൾ കുളത്താക്കപ്പാടെ അങ്ങോട്ട് പൊട്ടി. കുളത്തല്ല സിബയൊന്നും ആകപ്പാടെ പൊട്ടി. പിന്നെ ഒക്കെ കുത്തിയിട്ടാണ് പോകുന്നത്. അപ്പം അതാണ് പറഞ്ഞ് ചിറിച്ചോട് നിൽക്കുന്നത് കേട്ടോ. അതിലിതാക്കണ ഇവിടെ വല്യച്ഛൻ്റെ വീട്ടിൽ ഇവിടെ അങ്ങനെ ആരുമില്ല. അവിടെ ഒരു രാമൻ പറഞ്ഞൊരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മമ്മ ഇതാക്കണ അവിടെ നിന്ന് ഞങ്ങളെയും കാത്തവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു സർപ്രൈസ്. ഓള് സാരി വാങ്ങി, ഞാനൊരു മാക്സി വാങ്ങി. അമ്മമ്മ കൊടുത്ത ഇത് ബട്ടി ചെരുപ്പൊക്കെ ഇട്ടോക്കിയാണ്. ചെരുപ്പൊക്കെ ഇട്ടു അമ്മമ്മ കൊടുത്തു നമ്പാട്ടി. അമ്മമ്മ കൊടുക്കും നമ്പാട്ടി. അപ്പം അമ്മമാരങ്ങനെയാണല്ലോ അല്ലേ, അങ്ങോട്ട് വാങ്ങി കൊടുക്കണതല്ല ഒരു താല്പര്യം. ഓലിങ്ങനെ ഇങ്ങോട്ട് കൈ നിറച്ച് ഇങ്ങോട്ട് തരുന്നതാണ് ഓൽക്ക് ഭയങ്കര താല്പര്യം കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടു ചെന്നപ്പോൾ അതാ എന്തിനാണ് ഇതൊക്കെ പാടെ വാങ്ങി, ഇല്ലാത്ത പൈസ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ നിൽക്കുന്നത്. അമ്മ വീട്ടിൽ പോകുന്നു ഗൈസ്. കുറച്ച് പൊന്തിച്ചെടുക്കടി. അമ്മ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മൻ്റെ വീട്ടിൽ പോവുക. നിങ്ങളെ അമ്മൻ്റെ വീട്ടിൽ പോയി. ഞങ്ങൾ ഇത് കാണത്തോടാ. അപ്പം ഞങ്ങൾ ഞാൻ എമ്മിൻ്റെ സ്കോഡൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഓളന്നെയാണ് ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയോ തിരക്കിട്ട് പണിയിലാണ്, ഒരുക്കണ പണിയിലാണ്. അവിടെ ചെന്നിട്ടില്ല മാക്സി ഇടാല്ലേ അതൊക്കെ എടുക്കണ പണിയിലാണ്. ഇപ്പം ഇവിടെ എന്തോ കണ്ണൊക്കെ കാട്ടിയിട്ട് അതിപ്പോൾ എന്താ പറയണത് ചോദിച്ചാൽ മേമൻ്റെ ഐലീനിയറാണ് എഴുതിയത്. അപ്പോൾ അത് ഒട്ടുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നുണ്ട്. കുറേ നേരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓളിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മേമ കൊണ്ടുവന്നതിൽ ഇതാകള് അത് എഴുതിയപ്പോൾ ഒട്ടുന്നുണ്ട് എന്നാട്ടാ പറയുന്നത്. നിങ്ങൾ കട്ടാക്കണ്ടോ ഇതൊക്കെ? ഇത് നിലവില അതവിടെ അടച്ചിട്ട് പോരടി. എൻ്റെ ചാർജർ വേണമെങ്കിൽ എടുത്തോ. ഇതന്ന് ഞങ്ങൾ ബീച്ച് പോയി വലിയ മേലാരുട്ടീനി. കൈക്കൂടെ ഒന്നും ഇടാൻ പാടില്ലടി. അതൊന്നും ചുണ്ടുമ്പോൾ തേക്കണമെന്ന് ചുണ്ടുമ്പോൾ തന്നെ തേക്കണം. ഞാൻ എൻ്റെ അടുത്ത് കുറേ പൈസ ഇതിൻ്റെ പേരെന്താ? നന്ദനെ പോലെ ഇവിടെ ഇട്ടിക്കണ ഇതാക്കണേ മിത്രൻ്റെ പെണ്ണ്. ഈ ചെറുപ്പട്ടിനെ കൊണ്ടേക്ക് ഇത് കൊണ്ടേയില്ല. ഇതിനോട് ഞാൻ എൻ്റെ പെണ്ണ് ഇടണേട്ടമ്മ. ഇത് പുതിയതാണ്. അത് ഓളോ ഒരു കവറിലിട്ടിക്കണം. അത് ഇടണ്ട, പൈസ പൊട്ടു. അതുണ്ട് ഓരോ സ്ഥലത്ത്. അമ്മ എന്നിട്ടോളമ്മ അമ്മ ആ ഉണ്ട്. അംശം ചെയ്തൊക്കെ ഉണ്ട്. അംശം ചെയ്തൊക്കെ ഉണ്ട്. ബിന്ദു ഉണ്ട്.
ഞങ്ങൾ പോകുകയാണ് കഴിച്ച് ഞങ്ങൾ വീണ്ടും പോകുകയാണ്. മഹാലേ ആയിക്കൂടെ അടുക്കാം. നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാ പോണേ. ഞങ്ങളിത് കൂടെ പോണേ. ഞങ്ങളൊക്കെ പോവുകയാണ് ഗായ്സ്. അമ്മ വീട്ടിലേക്ക് പോകുക കേട്ടോ. ഞങ്ങളൊക്കെ അമ്മ വീട്ടിൽ പോവാണ്. അമ്മ വീട്ടിൽ ഇത് ഞങ്ങളമ്മ വീട്, അത് ഞങ്ങളെ വീടല്ലേ. ഇത് ഓളിതാ സാധനം കൊണ്ട് നിൽക്കുകയാണ്. അത് നിന്നാൻ പറ്റില്ല, ഇനിയിപ്പം ഉണ്ടാവും. ഇവിടെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടാവും. മമ്മ വരുന്നു ഗായ്സ്, മമ്മ വരുന്നു. കണ്ടോ ഗായ്സ്, മമ്മ വരുന്നു. നടക്കി നടക്കു ഗൈസ്, പോകണം. നടക്കി അമ്മമ്മന്റെ പോണോടെ നടക്കരുതോ, പോക. എന്താണ് അവിടെ പിന്നുത്തന്നെ കൊളുത്തൊക്കെ പൊട്ടിച്ചിക്കണ് കൈസോല്ലേ. ഇതാണ് ഞങ്ങളെ റോഡ്. ഇതാ ഇത്ര തുമ്പിൻ്റെ കൈസൂടെ. ആ നേരെ കാണുന്നതാണ് അമ്മേൻ്റെ ഹോട്ടൽ. ചിങ്കിടി ചിക്ക നിങ്ങൾ വരുന്നുണ്ടോ? പോരി കുട്ടികളെ. ഞങ്ങൾ അമ്മ വീട്ടിൽ പോവാണ്. അമ്മേൻ്റെ വീട്ടിൽ ഓട്ടോറിക്ഷ അല്ല. നിങ്ങളോട് ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ആ ചങ്ങായി വിളിക്കാൻ പറഞ്ഞു. അബ്ബാക്കാൻ്റെ മകല്ലേ, ആ ചെറുതേ, ഓൻ പറയേ. എന്ത് നടക്കടി മാറിക്കോട്ടെ. എനിക്ക് ഹോട്ടലിൽ അതൊക്കെ നമ്മളെ കരിമാക്കാൻ്റെ പിടി കേട്ടോ. കരിമാക്കാ ഞങ്ങളിങ്ങനെ പോകും. അവിടുന്ന് നമ്മളവിടുന്ന് ഓട്ടോറിക്ഷ വിരുന്ന് പോകും. ഓളതിൻ്റെ ഇതാണ് ഹെഡെന്നുള്ളത്. നമ്മൾ 2 വണ്ടിയില്ല, 1 വണ്ടിയില്ല. എനിക്ക് നാളെ ഒരു വീഡിയോക്ക് പാവണ്ടേ ചെറുപ്പം വേഗം വണ്ടിയാണ് വന്നേക്ക. എന്താ ഇവിടെ അതാണ് ചോറിച്ചോളി പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതാക്കണം, ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് ഇതാക്കണം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 30 റുപ്യേൻ്റെ ഒരു ഓട്ടോറിക്ഷ കൂലി വേണം കേട്ടോ അമ്മേൻ്റെ വീട്ടിലേക്ക്. ഇവിടെ പിന്നെ ഒരു 5-6 വീടുണ്ട് കേട്ടോ. ആ ഒരു വീട്ടുകാരൊക്കെ നമ്മളെ കുടുംബക്കാരാണ്. നമ്മളെ ചെറിയമ്മ ഉണ്ട്, അച്ഛൻ്റെ അനിയൻ്റെ ആ ഒരു വീട്ടിലാണ് ഇപ്പം നമ്മളില്ല. നമ്മളൊരു കുടിൽക്കലൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇതാക്കണം ചെറിയമ്മ അമ്മേൻ്റെ അനിയത്തിയാളെ വീടുണ്ട്, പിന്നെ അങ്ങനെ വലിയച്ഛൻ്റെ മോളെ വീടുണ്ട്, അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ കാണാത്തതാണ്. ഇവിടുന്ന് തൊട്ട് അങ്ങനെ തലവരെ വീടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ കുടുംബക്കാരെ വീടാണ്. അപ്പോൾ അങ്ങനെ ചെറിയ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെറിയച്ഛനോടും ചെറുവനോടൊക്കെ വർത്താനം പറഞ്ഞ് എല്ലാവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാക്കണം അമ്മൻ്റെ നേരല്ല അനിയത്തീൻ്റെ വീട്ടിലേക്കാണ് പോണത്. പിന്നെ ചെറിയ അനിയത്തീൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യണത്. പിന്നെ ചെറിയമ്മൻ്റെ വീട്ടിലൊക്കെയാണ് നിൽക്കണത്, അമ്മൻ്റെ ചെറിയമ്മൻ്റെ വീട്ടിലൊക്കെയാണ് നിൽക്കണത്. അപ്പോൾ ഞങ്ങൾ ഇരുട്ടത്ത് കൂടെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അമ്മൻ്റെ നേരല്ല അനിയത്തി ഇതാക്കണം കുറച്ച് അപ്പുറത്താട്ടോ. അപ്പോൾ ഓലെ വീട്ടിലാണ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ആയാൽ പിന്നെ നേരം ഉണ്ടാവില്ലല്ലോ, അമ്മക്ക് ഹോട്ടലിലേക്ക് പോകണം, തിരക്കാവും. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്ത് പോകാൻ കഴിയൂല. അപ്പം ഞങ്ങൾ ഇരുട്ടത്ത് തന്നെയുണ്ട് വണ്ടി പിടിച്ചേക്കട്ടെ. വണ്ടി പിടിച്ചേക്കല്ല, കാൽനടയായിട്ട് അങ്ങനെ പോകുകയാണ് ഇരുട്ടത്ത് കൂടെ. അതാണ് ഒന്നൊന്നും കാണാത്തത്.
അപ്പോൾ ഇതാക്കണ അന്തിക്കലെ വിരുന്നാരെ ക്ഷണിച്ചു കൊണ്ട് ഇതാക്കണ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വട്ടയപ്പം ചായയും പഴവും കാര്യങ്ങളൊക്കെ തിന്ന്. അപ്പോൾ അമ്മേൻ്റെ അനിയത്തിയാണ്, നേരല്ല അനിയത്തിയാണത്. അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ അതിന് മണ്ടല എങ്ങോട്ടാ മണ്ടണ അറിയില്ല. അപ്പോൾ അങ്ങനെ ഓടലാണ്. അപ്പോൾ ഞാൻ ഒരു നല്ല മാക്സി ഇട്ടിട്ടില്ല, അജ് മുന്നേ പറയണ്ടേന്നൊക്കെ പറഞ്ഞിട്ടേ നിന്നത്. അതിൽ പിന്നെ അവിടെ ഇതാക്കണ കുറച്ച് നേരം നിന്ന് വർത്താനം പറഞ്ഞു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ വേറൊരു ചെറിയമ്മ ഉണ്ട്, അമ്മൻ്റെ രണ്ടാമത്തെ ചെറിയ അനിയത്തി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീട്ടിൽ കയറി പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അമ്മൻ്റെ ചെറിയമ്മൻ്റെ അടുത്താട്ടോ. അമ്മമ്മൻ്റെ അനിയത്തീൻ്റെ വീട്ടിലാണുള്ളത്. മൂപ്പത്തിയേരം അവിടെ ഒറ്റക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണല്ലോ നമുക്ക് നിൽക്കാൻ സൗകര്യമില്ല, അവിടെ എല്ലാവരും മക്കളും മരിയക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ മൂപ്പത്തിയേരം ഒറ്റക്കാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി. അപ്പോൾ നമുക്ക് ചാർജറൊക്കെ തരാൻ വിവി വന്നു കേട്ടോ. അപ്പോൾ ഓനോടൊക്കെ വർത്താനം പറഞ്ഞു. ഓനും തന്നെ ക്യാമറ കണ്ടപ്പോൾ ഓടലായിപ്പോയി. എന്നാലും വേണ്ടില്ല, ഞാൻ എല്ലാവരും കൊണ്ട് വിശദീകരിച്ച് അങ്ങോട്ട് എടുത്തേക്കണം കേട്ടോ. അപ്പം ഡ്രസ്സൊക്കെ മാറ്റി അതൊക്കെ മടക്കി വെക്കാട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് തിരിച്ച് പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ചൊക്കെ വീഡിയോസ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടേന്ന്. അപ്പോൾ ഇതാക്കണം അമ്മ അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചെറിയമ്മൻ്റെ അടുക്കള കേട്ടോ. ചെറിയമ്മ എന്നല്ല നമ്മളെ വിളിക്കുക, അമ്മമ്മൻ്റെ സ്ഥാനമാണ് ഞമ്മക്ക് കിട്ടുക. അപ്പോൾ അമ്മക്ക് ചെറിയമ്മയാണെങ്കിലും ഇക്കൊക്കെ അമ്മമ്മൻ്റെ സ്ഥാനമാണുള്ളത്. അപ്പോൾ ഇവിടെ ഇതാണ് ആടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടൊക്കെ പുതുക്കി പണിതതാണ് കേട്ടോ, ടൈലൊക്കെ ഇട്ട് ഉസാറാക്കിയൊരു വീടാണ്. അപ്പോൾ ഈ ഇരിക്കണതാണ് കേട്ടോ നമ്മളെ അമ്മമ്മൻ്റെ അനിയത്തി. അപ്പോൾ അമ്മയും ചെറിയമ്മയും മകളുമാണ് അവിടെ ഇരിക്കണത്. പിന്നെ നമ്മളെ റിലേച്ചുമോൾ ഇതാ ഞാൻ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഇതാണ് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരെല്ലാവരും സീരിയലിൽ മുഴുകി ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും അനിയത്തിയൊന്നും അത് കാണാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ വീണ്ടും ഇതാക്കണം ചെറിയമ്മൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ട്. അവിടെ അപ്പോൾ ചെറിയമ്മ നല്ല പോലെ മമ്പയറും ഒരു വാഴപ്പിണ്ടി ഉണ്ടല്ലോ അത് തോര വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നിരിക്കുകയായിരുന്നു. നല്ല ഉഷാറും മീൻ പൊരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഒരു മീൻ എടുത്തു, പിന്നെ ആ ഒരു ഉപ്പേരി എടുത്തു. ഞങ്ങൾ ഉണ്ടാവും നല്ല ഉഷാറായിട്ട് കുശാലായിട്ട് അങ്ങോട്ട് തിന്നു. പിന്നെ രാത്രിയിൽ ഇതാക്കണം എൻ്റെ ചെറിയമ്മൻ്റെ വീട്ടിലായിരുന്നു നല്ല ചിക്കൻ കറിയും പപ്പടം ചോറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അത്താഴം കഴിച്ചു സമാധാനമാക്കി. പിന്നെ നല്ല ഉഷാറായിട്ടൊന്ന് കിടന്നുറങ്ങിട്ടോ. പിന്നെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഒന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നിൽക്കാതെ മറക്കില്ല കേട്ടോ. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഞാൻ നാളെ വരണ്ട്. ബൈ ബൈ, സീ യു.